1,50,000 ഇല്ല വേണ്ട 1,50,000 തന്നാ മതി. 1,50,000 രൂപയ്ക്ക് 2012 ആൾട്ടോ നല്ല പ്രൈസ് ആണ് കേട്ടോ വരുന്നത്. വലിയൊരു യാർഡ്, ഒരുപാട് കാറുകൾ. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. പുതിയൊരു യാർഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഓഫർ ഉണ്ട്. യൂസ്ഡ് കാറിന് ആരും കൊടുക്കാത്ത വാറന്റി, അതുപോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റി കാറുകൾ. ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു ആൾട്ടോ കണ്ടോ. 2012 മോഡൽ ആൾട്ടോ നിങ്ങൾ തരാൻ പോകുന്നത് ചെറിയ കിലോമീറ്റർ ഒക്കെ ഓടിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ തരാൻ പോകുന്നത് 1.5 ലക്ഷം രൂപ. 1,40,000 എന്നല്ല, 1,05,000 രൂപ. ഇനി അതേപോലെ തന്നെ വാറന്റിയുള്ള വണ്ടികളാണ് മിക്ക വണ്ടികളും. 2012 നിസാൻ സണ്ണിക്കുട്ടൻ ഡീസൽ, അത് റീ രജിസ്ട്രേഷൻ വണ്ടിയല്ല, കേരള വണ്ടി, പക്ക ജെന്യുവിൻ വണ്ടി ഇങ്ങനെ തരാൻ പോകുന്നത് ലാസ്റ്റ് ഫൈനൽ 2,40,000. അതുപോലെ തന്നെ ഇയോണൊക്കെ വരുന്നുണ്ട് 1,60,000, 1,70,000, 1,80,000 അതേപോലെ തന്നെ 2017 2 വർഷം വാറന്റി വരുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്ര? 2,50,000 രൂപ. ആകാശ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല, അടിച്ച് പൊളിക്കാൻ നമുക്ക് ഈ പ്രാവശ്യം ഒരുപാട് വണ്ടികളുണ്ട്. മാക്സിമം ബഡ്ജറ്റ് കാറുകളാണ്. ഇതേപോലത്തെ വാറന്റി ഉള്ള വണ്ടികൾ വേറെ എവിടുന്നും കിട്ടൂല. ഇതാ ഈ ഒരു ആൾട്ടോ 800 കണ്ടോ, 2014 ചെറിയൊരു കിലോമീറ്റർ ഓടിച്ച വണ്ടിയൊക്കെ 2,20 റേറ്റ് ഇട്ട്, അതൊന്നും നോക്കണ്ട, 1,85 ലാസ്റ്റ് ഫൈനൽ തരാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റൺ ഏതാ മോഡൽ വരുന്നത്? 2012 മോഡൽ. 2012 ലാസ്റ്റ് ഫൈനൽ എത്ര? അത് നമുക്കൊരു 1,85 കൊടുക്കാം. 1,85 കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ യൂസർ കാറിൻ്റെ ഒരു വലിയൊരു യാർഡ്, കാറം ബൈക്ക് ബൈ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്. നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത 2 ഇയർ വാറന്റി ഒക്കെ കിട്ടുന്ന ഒരു ഷോറൂം എന്നാണ് വരുന്നത്. കാർ ഇവിടുന്ന് എടുത്തുണ്ടായി വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം തന്നെ വർക്ക്ഷോപ്പിൽ കയറ്റാണ് നല്ലത്. വാറന്റി ഉള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പം നല്ല ഓഫറുള്ള കാറുകൾ നല്ല റേറ്റ് കുറച്ചിട്ട് അങ്ങനെ തരാൻ പോകുന്നത്. നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് നമ്മളിവിടെ കണ്ണൂര് പൊടിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മുടെ സബ് ജയിലിന്റെ തൊട്ടടുത്ത്, സെൻട്രൽ ജയിലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് കണ്ണൂര്. അപ്പൊ എന്തായാലും ആകാശ് നമുക്ക് ബസ് തന്നെ തുടങ്ങാം. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഈ വോൾസാന്റെ പോളോ ഹൈലൈൻ പ്ലസ് അല്ലേ, 2018 2019 റെഡ് കിളി, ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു പോളോ ചെറിയൊരു പൈസക്ക് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ക്രെറ്റ വരുന്നുണ്ട് 2017 ചെറിയൊരു കിലോമീറ്റർ ഓടിച്ച സൺറൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. എത്രക്ക്? 7,00,000 രൂപയ്ക്കാണ് തരാൻ പോകുന്നത്. എന്നാ തുടങ്ങല്ലേ, എങ്ങനെ കാര്യങ്ങൾ നോക്കല്ലേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമുക്ക് ബസ് തന്നെ ഈ ഒരു ഇയോൺ നാട് തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? 2017 ഹുണ്ടായിന്റെ ഇയോൺ ആണ്. ആകെ എത്ര കിലോമീറ്റർ ഓടിയില്ലോ? 57 കിലോമീറ്റർ ആകെ ഓടിയില്ലോ. സിംഗിൾ ഓണർ വണ്ടിയാ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇതിപ്പോ 2017 വണ്ടി ഇയോൺ സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്, നല്ലൊരു ഇന്ത്യയിലാണ് വരുന്നത്. ഇനിയിപ്പോ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട, നമുക്ക് 1 ഇയർ വാറന്റി ചെയ്ത് കൊടുക്കാം. 1 ഇയർ വാറന്റി, ചെറിയ കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓണർഷിപ്പ് ഇയോണ്. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? അത് നമുക്കൊരു 2,50 കൊടുക്കാൻ വേണ്ടി. 2,50 കൊടുക്കാം. എത്ര ലോഡ് കയറും? അത് മാക്സിമം നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. അതായത് പൈസ ഒന്നും വേണ്ട, ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ, ചെറിയ പൈസ ഒരു 10,000 രൂപ ഉണ്ടാവണം. ഒരു 10,000 ഉണ്ടെങ്കിൽ 2017 ഇയോണ് സിംഗിൾ ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ 1 ഇയർ വാറന്റി വരുന്ന വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഇനി ഒരു ബ്രിയോ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2014 ഹോണ്ട ബ്രിയോ ആണ്, പെട്രോൾ വണ്ടിയാണ്. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. ഓട്ടോ എത്ര ഓടിക്കണ്? ഇത് ഓട്ടോ 64,000 കിലോമീറ്റർ ആയി വണ്ടി ഓടിയില്ലോ. 64,000 കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ, VX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പ്രൈസ് ആണ് വരുന്നത്? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറയണ ഇത് വാറന്റി വരുന്നുണ്ടോ? ഇത് നമുക്ക് 1 ഇയർ വാറന്റി ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രൈസ് ലാസ്റ്റ് ഫൈനൽ നമുക്കൊരു 3,60 വണ്ടി കൊടുക്കാം. 3,60 കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. എന്തായാലും ഫുൾ ലോൺ, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ഈ ഒരു കിഡ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡലാണ്. 2017 ഇത് 800cc വരിക. 800 1 ലിറ്റർ അല്ല, 800cc. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. ആകെ 50 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ ഓട്ടം, നല്ല വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് മോഡൽ പറഞ്ഞു 2017 ലാസ്റ്റ് ഫൈനൽ എത്ര? നമുക്ക് 2,30 കൊടുക്കാം. 2,30,000. അതിൽ പിന്നെ നമുക്ക് വാറന്റി കൊടുക്കാം. 1 ഇയർ വാറന്റി 2,30 അല്ലെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്? നെക്സ്റ്റ് നമുക്ക് പറഞ്ഞോ. ഇത് അമേസ് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? 2022 വണ്ടി. 2022 വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. കിലോമീറ്ററോ? ആകെ 19,000 കിലോമീറ്റർ ഓടിയില്ല വണ്ടി. ചെറിയ ഓട്ടം. 2019 ഓട്ടോമാറ്റിക് വണ്ടി. 2022 സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ VX വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഫുൾ ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് വരുന്നുണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് കമ്പനി വാറന്റി. ഇതിൽ അണ്ടർ വാറന്റി ഉള്ള കമ്പനി ഹോണ്ടന്റെ തന്നെ വാറന്റി നിലവിലുണ്ട്. വേണമെങ്കിൽ നമ്മൾ വാറന്റി കൊടുക്കാം.
ഇപ്പൊ എനിക്ക് തോന്നുന്നു 2025 വരെയെങ്കിലും വാറണ്ടി ഉണ്ടാവും നിലവിൽ. പിന്നെ നിങ്ങളെ അത് ഹോണ്ട തന്നെ വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വാറണ്ടി വേണമെങ്കിൽ നമ്മളും കൊടുക്കാം. ഓക്കെ, നിങ്ങളെ വാറണ്ടിയാണ് നല്ല ഹോണ്ടന്റെ വാറണ്ടി ആയിരിക്കും നല്ല. അതെ, പ്രൈസ് ആണ് വരുന്നത് നമുക്കൊരു 8,80,000 വണ്ടി കൊടുക്കാം. 8,80,000 ലാസ്റ്റ് ഫൈനലാണോ? ഫൈനലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓഫർ ഉള്ള വണ്ടി അതാണ്. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞു ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട് പുറത്ത്. ഇത് അത് കാണിക്കാം. ഉള്ളിൽ ഇപ്പൊ ഏതാണ് ഓഫർ ഉള്ളത്? ഉള്ളിൽ നമുക്ക് ഇയോൺ 2017 ഉണ്ട്. ഇത് 2017 ഇയോൺ. ഇത് എക്സ്ട്രാ പണി എടുത്തിട്ടുണ്ടല്ലോ. ഇത് കുറച്ച് ആക്സറീസ് കയറിയിട്ടുണ്ട്. ആക്സറീസ് കുറച്ച് കയറിയിട്ടുണ്ട്. മാഗ്ന പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. മാഗ്ന പ്ലസ് 2017. അതെ അതെ. ഓൺഷിപ്പ് ആരത്? ഓൺഷിപ്പ് സെക്കൻഡ് വരും. കിലോമീറ്ററോ? 73,000 കിലോമീറ്റർ ഓടിയുണ്ട്. വെറും 73. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ എന്താ പാട്? നല്ല ഇന്ത്യയിലാണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത് ലാസ്റ്റ് ഫൈനൽ. ഇത് വാറണ്ടി ഇല്ലേ? ഇത് നമുക്ക് വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി. പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഒരു 2,60,000 കൊടുക്കാം. 2,60,000. ഇനി എന്താ കുറയോ? അതെ, നമുക്ക് നോക്കിയിട്ട് ചെറുതായിട്ട് ചെയ്ത് കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത് ഓഫറിൽ? ഇത് നെക്സ്റ്റ് നമുക്ക് ഡിസയർ ഓട്ടോമാറ്റിക് ഉണ്ട്, മാരുതിന്റെ. ഡിസയർ ഓട്ടോമാറ്റിക്. ഡീസൽ അല്ലേ വരുന്നത്? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ആണ് വരുന്നത്. ഏതാ മോഡല്? 2016 വണ്ടി. 2016. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? 50,000 കിലോമീറ്റർ വണ്ടി ഓടി. റീപ്ലേസ് ഒന്നും ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ടയർ അത്യാവശ്യം അല്ല, പുതിയ ടയർ തന്നെയല്ലേ വരുന്നത്. ഓക്കെ, പ്രൈസ് തന്നെ വരുന്നത്? 5,30,000 വണ്ടി കൊടുക്കാം. 5,30,000. എത്ര ലോൺ കയറും? ഇത് മാക്സിമം ചെയ്യാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ആകാശേ, ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരു കാർ തരാൻ പറ്റും. ഇത് നമുക്ക് മാരുതിന്റെ ആൾട്ടോ വരുക. 2012 മോഡലാണ്. 2012 ആണ്. 1.5 ചോദിച്ചാൽ ഞാൻ തരൂ കേട്ടോ. 1.5 ഒന്നും വേണ്ട. 2012. ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലാഖ് അടുപ്പിച്ചിട്ട് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 1,50,000. ഇല്ല, വേണ്ട. 1,05,000 തന്നാ മതി. 1,05,000 രൂപയ്ക്ക് 2012 ആൾട്ടോ. നല്ല പ്രൈസ് ആണ് കേട്ടോ വരുന്നത്. ഇത് വാറണ്ടി എടുക്കും നിങ്ങൾ? ഇല്ല, വാറണ്ടി ഇല്ല. വാറണ്ടി എടുക്കില്ല. ഇനി നെക്സ്റ്റ് വന്ന ഈ ആൾട്ടോ ഉണ്ടോ? ഇത് ഏതാ മോഡൽ വരുന്നത്? 2014 മോഡല്. 2014. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വണ്ടിയാ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലാഖ് റേഞ്ച് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 1,85 കൊടുക്കാൻ വേണ്ടി. 1,85. 5 കുറയില്ലേ? 5 നമുക്ക് നോക്കിയിട്ട് കൊണ്ട് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. 2014 ആൾട്ടോ 800 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 1,85 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഈ ഒരു ഐറ്റം ഏതാ മോഡൽ വരുന്നത്? ഐറ്റം 2012 മോഡല്. 2012 സ്പോർട്സ് ആണ് വരുന്നത്. പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? ഇത് ഫൈനൽ നമുക്കൊരു 1,85 കൊടുക്കാം. 1,85 കൊടുക്കാം. 2,25 റേറ്റ് ഇട്ടത്. ലാസ്റ്റ് ഫൈനൽ 1,85 തരാൻ പോകുന്നത്. ഈ ഒരു ഐറ്റം അല്ലേ പറഞ്ഞത്? ഇത് നമ്മൾ ഉണ്ടായിട്ട് തന്നെ ഗ്രാൻഡ് ആയിട്ട് 2016 മോഡല്. 2016. പെട്രോളോ ഡീസലോ? പെട്രോൾ. ഓൺഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? 1 ലാഖ് റേഞ്ച് ഓടിയിട്ടുണ്ട് വണ്ടി. 1 ലാഖ് റേഞ്ചിൽ ഓടിയിട്ടുണ്ട് വണ്ടി. ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ക്വാളിറ്റിയാണ്. സർവീസും കാര്യങ്ങളെല്ലാം വാറണ്ടി ചെയ്യുന്നില്ല. 1 ലാഖ് റേഞ്ച് ഓടിയതുകൊണ്ട് വാറണ്ടി ചെയ്യുന്നില്ല. ഇത് നമുക്കൊരു 3,30,000 കൊടുക്കാം. 3,30,000 2016 ഐറ്റതാ. 3,30,000 തരാൻ പോകുന്നത്. അടുത്തത് സ്കോഡന്റെ റാപ്പിഡ് നോക്കുന്നുണ്ടെങ്കിൽ അതും ഡീസൽ ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡല്. സിംഗിൾ. ഏതാ ഓൺഷിപ്പ്? ഇത് ഓൺഷിപ്പ് സെക്കൻഡ് വരും. കിലോമീറ്ററോ? കിലോമീറ്റർ 1,17 ഓടിയിട്ടുണ്ട്. 1,17. ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ്. നമുക്കൊരു 6,50,000 വണ്ടി കൊടുക്കാം. എത്ര ലോൺ കയറും? ലോൺ ഫുൾ ഏകദേശം നല്ലൊരു പ്രൊഫൈലിലാണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. മാക്സിമം 50,000 കൊടുക്കാം. ഇല്ല, വാറണ്ടി ആയിരുന്നില്ല. വാറണ്ടി കിട്ടില്ല. ഇനി നമുക്ക് പുറത്ത് ബോൾസാന്റെ പോളെ വന്നപ്പോൾ മുതൽ നോക്കുന്നുണ്ട്. ഈ ഒരു സണ്ണിക്കുട്ട ഏതാ മോഡൽ വരുന്നത്? ഇത് 2012 മോഡൽ വരുവാ. ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ. അതെ. ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 ലാഖ് റേഞ്ച് ഓടിയിട്ടുണ്ട്. കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? നമുക്കൊരു 2,40,000 2,40,000 നിസാൻ സണ്ണി പക്ക കേരള വണ്ടിയാണ് കേട്ടോ തരാൻ പോകുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നമ്മൾ അമേസ് പെട്രോൾ ആണ് കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ ആ ഡീസലിലേക്ക് വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? നമുക്ക് 2019 മോഡൽ വരും. 2019. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 65,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടി. റീപ്ലേസ് ഉള്ളതാണോ? ഇല്ല, റീപ്ലേസ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് എസ് ആ വരുക. എസ് ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 7,10,000 കൊടുക്കാം. 10 ചോദ്യം. ലാസ്റ്റ് നെഗോഷ്യബിൾ കഴിഞ്ഞിട്ട് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ചെയ്യാനല്ല ഞാൻ കൊണ്ടുവന്നത്. എത്ര ലോൺ കയറും? ലോൺ ഏകദേശം മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു ക്ലച്ച് ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡല്. ഓപ്ഷൻ ഏതാ? ബേസ് ഓപ്ഷൻ ആണ്. E+ ആണ് മോഡൽ. ബേസ് മോഡലാണ്. പക്ഷേ സൺറൂഫ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷന്റെ ഫീച്ചേഴ്സ് എല്ലാം ഏകദേശം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ പൈസ തരൂല കേട്ടോ. ഇല്ല, എക്സ്ട്രാ പൈസ വേണ്ട. ഓക്കെ. 2017 ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. ഓൺഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പക്ക എല്ലാ കമ്പനി സർവീസ്. പ്രൈസ് തരാം ലാസ്റ്റ് ഫൈനൽ. ഇത് നമുക്കൊരു 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് എത്ര ലോൺ വരും?
ഇത് നമുക്ക് ഏകദേശം മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു i20 ഏതാ മോഡല്? ഇത് 2015 മോഡല്. 2015 ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000. റീപ്ലേസ് ഒന്നുണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല, ഫുൾ ഓപ്ഷൻ വണ്ടിയാ. പ്രൈസ് ആയിരുന്നത് നമുക്കിതൊരു 490 കൊടുക്കാം. 490. എത്ര ലോൺ കയറും? ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാം. ഓക്കെ, ഈ ഒരു വോൾസാന്റെ പോളോ, ഈ ഒരു റെഡ് കിടി ഞാൻ വന്നപ്പോ മുതൽ നോക്കുന്ന ഒരു ഐറ്റം ആണ്. പക്ഷെ ഡീസൽ ആണ്, ഹൈലൈൻ പ്ലസ് ആണ് വരുന്നത്. ഇത് സെക്കൻഡ് ഓണർ വരിക. ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ. കിലോമീറ്ററോ? കിലോമീറ്റർ 85. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 6,50,000 കൊടുക്കാം. 6,50,000. എത്ര ലോൺ കയറും? ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ഐറ്റനോ? ഇത് 2018 വരിക. 2018 ഗ്രാൻഡ് ഐറ്റണ്. ഗ്രാൻഡ് സ്പോർട്സ് ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 83,000. റീപ്ലേസ് വന്നോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ? ഇത് നമുക്കൊരു 4,50 കൊടുക്കാം. 4,50. 2018 ഗ്രാൻഡ് ഐറ്റണ് സ്പോർട്സ് 4,50 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. വാറന്റി കമ്പനി വാറന്റി ബാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ജീപ്പ് കോമ്പസ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ. 2018. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ലിമിറ്റഡ് പ്ലസ് ആണ്. ഡീസൽ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 72,000 കിലോമീറ്റർ. 72. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഇത് കമ്പനി വാറന്റി എന്തായാലും? കമ്പനി വാറന്റി ഇല്ലെങ്കിൽ നമുക്ക് ഇടുന്ന 2 വർഷം വാറന്റി ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? ഇത് നമുക്കൊരു കുറച്ച് മാക്സിമം കുറച്ച് പറഞ്ഞോ? ഒരു 11,50 കൊടുക്കാം. 50 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആകാശ് ബ്രോ കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മളിവിടെ കണ്ണൂർ പൊടിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കണ്ണൂർ നമ്മളെ ജയിലിലോട്ട്, അതായത് സബ് ജയിലിന്റെ സെൻട്രൽ ജയിലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്തായാലും നല്ല നല്ല ഓഫറും അതുപോലെ തന്നെ വാറന്റി. കാരണം വണ്ടി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ വർഷോപ്പ് കയറ്റുകയാണെങ്കിൽ നല്ലൊരു വാറന്റി ഉള്ള നല്ല വണ്ടി എടുത്തു കഴിഞ്ഞാൽ അല്ലേ മാക്സിമം നല്ലതാണ്. അപ്പൊ എന്തായാലും അടിയിൽ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ.